ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഗോയിങ് ടു കാനഡ ഫോർ സ്റ്റഡീസ്. അതിൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് കാനഡ ഇസ് എ സേഫ് ആൻഡ് പീസ്ഫുൾ കൺട്രി. വളരെ സേഫും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കാനഡ. അതിൽ രണ്ടാമത്തേത് മൾട്ടികൾച്ചറിസമാണ്. കാനഡ ഒരു മൾട്ടികൾച്ചറൽ കൺട്രിയാണ്. കാരണം പല രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ, പല രാജ്യത്തു നിന്നുള്ള വ്യക്തികൾ അവിടെ വന്ന് വിദ്യാഭ്യാസവും ജോലിയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത, കാനഡ ഓഫർ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് കാനഡയിൽ. പിന്നെ മറ്റൊരു പ്രത്യേകത, കാനഡയിലുള്ള വ്യക്തികൾക്ക്, അതായത് കനേഡിയൻസ്, ദേ ആർ പ്രെറ്റി വെൽക്കമിങ് ഫോർ ഇമിഗ്രൻസ്. ഇതിനുശേഷം നമുക്ക് കോളേജുകളുടെ ബെനിഫിറ്റുകൾ ഒന്ന് നോക്കാം. കോളേജുകൾ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള റിസർച്ച് ഫെസിലിറ്റീസ് ആണ് അവർ കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൈവേഴ്സിഫൈഡ് പ്രോഗ്രാംസ് ആണ്. ആൻഡ് ദേർസ് ലൈക്ക് ലാർജ് സെലക്ഷൻ ഓഫ് കോഴ്സസ്, ഹ്യൂജ് സെലക്ഷൻ ഓഫ് കോഴ്സസ് ആണ്. ക്യാമ്പസസ് ആർ പ്രെറ്റി ലാർജ്. വലിയ വലിയ ക്യാമ്പസുകളാണ് കാനഡയിലുള്ളത്. പിന്നെ ദേ പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് അവർ കാനഡയിൽ കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, കാനഡയിൽ ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ജോലികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ലേബർ മാർക്കറ്റ്, ദേ ഡിസൈൻ ദ കോഴ്സ് അക്കോർഡിംഗ് ടു ദ ലേബർ മാർക്കറ്റ് റിക്വയർമെന്റ്സ്. അപ്പോൾ അവിടുത്തെ സ്റ്റഡീസ് കഴിയുന്നതോടുകൂടി ഹൈ പ്രൊഫൈൽ സാലറിയിലുള്ള ജോലികൾ കിട്ടാൻ വളരെയേറെ സാധ്യതകളുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, കാനഡയിൽ വീക്കെൻഡ്സ് ഓഫാണ്. അതായത് സാറ്റർഡേ സൺഡേ ഏത് സ്ഥാപനത്തിനും അത് വീക്കെൻഡ് ഓഫാണ്, സാറ്റർഡേ ആൻഡ് സൺഡേ. കോളേജുകളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ സാറ്റർഡേ സൺഡേ ഓഫാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, കനേഡിയൻ കോളേജിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഹൈ വാല്യൂ ആണ് അറൗണ്ട് ദ വേൾഡ്. വളരെ ഹൈ വാല്യൂ ആണ്. പിന്നെ ആഫ്റ്റർ യു കംപ്ലീറ്റിംഗ് യുവർ സ്റ്റഡീസ്, കാനഡ ഒരു വെൽത്തിയസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ് ആണ് ബിക്കോസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോബ്സ് അസോസിയേറ്റഡ് ടു ദ നാച്ചുറൽ റിസോഴ്സസ് കിട്ടാൻ വളരെ സാധ്യത ഏറെയാണ്. ബിക്കോസ് ഇറ്റ്സ് പ്രെറ്റി റിച്ച് കൺട്രി ഇൻ ദ വേൾഡ്. അത് മാത്രമല്ല, കാനഡ ഫേസ് ചെയ്യുന്ന ഹ്യൂജ് ലേബർ മാർക്കറ്റ് ഷോർട്ടേജസ് ആണ് ഫോർത്ത് കമ്മിങ് ഇയേഴ്സിൽ. അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏജിങ് പോപ്പുലേഷൻ 500,000 ആണ് അപ്കമ്മിങ് ഇയേഴ്സിൽ അവർ ഫേസ് ചെയ്യാൻ പോണ. അതായത് 500,000 ആണ് റിട്ടയർ ചെയ്യാൻ പോണത്. അത് വേറൊരു ചലഞ്ചസ് ആണ് അവർ ഫേസ് ചെയ്യാൻ പോണത്. അപ്പോൾ അവിടെ സ്റ്റുഡൻസിന് വളരെയേറെ ജോലി സാധ്യതകൾ വരുന്നതാണ്. അത് മാത്രമല്ല, ഞാൻ കാനഡയിൽ ഉണ്ടായിരുന്നപ്പോൾ ഐ മെറ്റ് ലൈക്ക് 85-year-old ഹൂസ് വർക്കിംഗ് ഇൻ എ കമ്പനി. അപ്പം ഞാൻ 85 വയസ്സായിട്ടും വർക്ക് ചെയ്യാനാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഇപ്പോഴും ഫില്ല് ചെയ്തിട്ടുള്ള പൊസിഷൻ, അപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂയിങ് ദ വർക്ക്. റിട്ടയർ ആയാലും ശരി, എംപ്ലോയേഴ്സ്, കമ്പനീസ് ജോലി കൊടുക്കാൻ തയ്യാറാണ് ബിക്കോസ് പൊസിഷനിലേക്ക് ആള് വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, കാനഡയിലെ കോഴ്സസ് ഡിസൈൻ ചെയ്തത് ലേബർ മാർക്കറ്റ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ് കാനഡയിൽ. പിന്നെ ഇമിഗ്രേഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം.
ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ സ്റ്റഡീസ്, അത് ഇമിഗ്രേഷൻ പാത്വേസ് അതിൻ്റെ ചോയ്സസ് കൂടുതലാണ്. എങ്ങനെ PR കിട്ടും? അതിൽ ഫസ്റ്റ് ചോയ്സ് ആണ് ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ സ്റ്റഡീസ്. അതൊരു ചോയ്സ് ആണ് PR കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തതായി വരുന്നത് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം. അതായത് ഏതെങ്കിലും സ്റ്റുഡൻറ്റ് മാരിടൈം പ്രൊവിൻസിൽ പഠിക്കുകയാണെങ്കിൽ PR-ന് ഹൈ ചാൻസസ് ആണ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സ്റ്റഡീസ്. പിന്നെ എല്ലാ പ്രൊവിൻസിലും പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമും ഉണ്ട് PR കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കാനഡയിൽ പഠിച്ച മറ്റൊരു പ്രത്യേകത അഫോർഡബിൾ ട്യൂഷൻ ഫീസാണ് കാനഡയിൽ. പിന്നെ പാർട്ട് ടൈം ചെയ്യാം വൈൽ ബിറ്റ്വീൻ ദ സ്റ്റഡീസ്, ബിക്കോസ് ലൈക്ക് അവർ പെർമിറ്റഡ് ആണ് 24 hours. അപ്പോൾ ഈവൻ വീക്കെൻഡിൽ കിട്ടണമെങ്കിൽ സാറ്റർഡേ സൺഡേ യു ക്യാൻ വർക്ക് 12 hours. ഞാൻ അങ്ങനത്തെ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട് വർക്ക് ചെയ്യണത്. സോ ദേ ആർ പ്രിറ്റി ഹാപ്പി. അവർ സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യും, ബാക്കി വീക്ക് ഡേയ്സിൽ അവർ ഫുൾ ടൈം സ്റ്റഡീസിന് പോകും. പിന്നെ മറ്റൊരു പ്രത്യേകത, കാനഡയിൽ PR ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 വർഷം മതി സിറ്റിസൺഷിപ്പിലേക്ക് മൂവ് ചെയ്യാൻ. PR ആയി കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ട് കൗണ്ട് ചെയ്യും, അതായത് ദ ഡ്യൂറേഷൻ. പക്ഷെ അതിന് മുമ്പ് സ്റ്റേ ബാക്കിൽ നിന്നത് സ്റ്റുഡൻറ്റ്, അതൊക്കെ ഹാഫായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് സിറ്റിസൺഷിപ്പിലേക്ക് എത്താവുന്നതാണ് ആഫ്റ്റർ PR. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.